ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സായോസ് ഫുഡ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി, സവോള ഞാൻ 2 എടുത്തിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, പെരിഞ്ചീരകം, ആവശ്യത്തിന് ഉപ്പ്, ക്രഷ്ഡ് ചില്ലി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. നമ്മുടെ മെയിൻ ഐറ്റം ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 4 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കാം. അതിനായി സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പെരിഞ്ചീരകം ഒന്ന് ചൂടായി വന്നതിന് ശേഷം പെരിഞ്ചീരകം ആഡ് ചെയ്യുക. പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില, പച്ചമുളക് ഇട്ട് നന്നായി ഒന്ന് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യുക. വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രൈ ആകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ച ഇഞ്ചി അത് നന്നായിട്ടൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അതിലേക്ക് നമ്മൾ തേങ്ങ അരിഞ്ഞ് വെച്ചതും കൂടെ ആഡ് ചെയ്യാം. തേങ്ങ നമ്മളിപ്പോൾ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം തേങ്ങയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർ ലാസ്റ്റ് സമയത്തായിരിക്കും ചേർക്കുക, പലരും പല രീതിക്കാണ്. ഇതിപ്പോൾ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാനതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് 1/2 മുറി തേങ്ങയാണ്. ബീഫിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 വലിയ സവോള നീളത്തിൽ അരിഞ്ഞത്, എന്നിട്ട് നല്ലപോലെ ഇളക്കുക. ഇനി ഇതൊന്ന് സോട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് ഫ്രൈ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാല ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം ഇതിലേക്ക് വറ്റൽമുളക്, ഞാനിവിടെ ഒരു 5 വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. അത് നല്ല എരിവുള്ളതാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അത് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഇവിടെ എല്ലാവരും നല്ല എരിവ് കഴിക്കുന്നത് കൊണ്ട് ഞാൻ അത്ര എടുത്തുന്നേ ഉള്ളൂ. അത് നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് അതോടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി അതൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഗരം മസാല 1.5 ടീസ്പൂണ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി അതും ഒരു 1.5 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. പിന്നീട് ആഡ് ചെയ്യുന്നത് മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് ആഡ് ചെയ്യുക. വറ്റൽമുളക് ഞാൻ അത്ര ആഡ് ചെയ്തതുകൊണ്ട് മുളക് പൊടി ഞാനിവിടെ 1.5 ടീസ്പൂൺ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 1 അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ ഇടാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കുക. മസാലയുടെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്ന സമയം വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിക്കുക. അപ്പം നമ്മുടെ ബീഫ് പാതി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും ഏകദേശം ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പൊടിച്ചതും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 മുറി നാരങ്ങ നീര്, അത് ഞാൻ ഇൻഗ്രീഡിയൻസിനകത്ത് ആഡ് ചെയ്ത് പറയാനായിട്ട് വിട്ടുപോയതാണ്. ഒരു 1/2 മുറി നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതായത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണേ. കുറച്ച് വെച്ച് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതുപോലെ. ചിലർക്ക് നല്ലപോലെ ഫ്രൈ ആവണം, ചിലർക്ക് അത്ര ആവണ്ട. ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തിയേക്കാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.